അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നോമ്പ് തുറക്കുമ്പോഴോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അതിന് ഞാനിതൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. വലിയ ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇടാം കേട്ടോ. അരിഞ്ഞിട്ട് ഇടുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഒന്നുകൂടി കൂടും ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട് ഇടുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇടല്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയാണിത്. നിങ്ങൾക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇതിന് പകരം ഒരു ടീസ്പൂണും ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചാലും മതി. അത് ഈ സമയത്തില്ല കേട്ടോ. കെച്ചപ്പ് ഒഴിക്കുമ്പോൾ ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ഞാൻ ഒരു തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. തക്കാളിയും കൂടി ഇടുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം കേട്ടോ. തക്കാളി നല്ലപോലെ ഒന്ന് വഴന്ന് വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു ക്യാരറ്റാണ് ചീകിയിട്ടിട്ടിരിക്കുന്നത്. പൊടിയായിട്ട് അരിഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഇടുന്ന പച്ചക്കറി ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഒരു പീസ് ബീട്രൂട്ട് നല്ലപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം പൊടിയായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ സ്മെല്ല് ചുവയൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ നമ്മൾ ഇതിൽ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് എന്ന് അറിയല്ല ഇതിന് പച്ചമണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തുണ്ട് ക്യാബേജ് എടുത്തിട്ട് അതും പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇടാം കേട്ടോ. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ ഇത് ക്യാപ്സിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. മക്കൾ കഴിക്കാത്ത പച്ചക്കറിയൊക്കെ ഇതുപോലെ ഇട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. ഇതിൽ എന്താ ഇട്ടിരിക്കണമെന്നുള്ളത് ആർക്കൊട്ടും അറിയില്ല. ഇത് നമ്മളിട്ട പച്ചക്കറികൾ നല്ലപോലെ വഴന്ന് കുഴഞ്ഞു പോകരുത് കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ കോഴിൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടാവില്ല 2 200 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ഉപ്പും കുരുമുളകും ഇട്ട് നല്ലപോലെ വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാനിതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് ചതച്ചതാണ്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തത് വീഡിയോയിൽ പെട്ടിട്ടില്ല. പിന്നെ നമ്മളിട്ട പൊടികളുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ മല്ലിയില ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയില ഇടുന്നില്ല. നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിലും ഇടാം. ഞാൻ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിനനുസരിച്ചിട്ട് ഇതിൽ സാധനങ്ങൾ കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാട്ടത്. അപ്പോൾ അത് നല്ലപോലെ വഴന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് കുക്കറിൽ തോലൊന്നും കളയാതെ തന്നെ നല്ലപോലെ പുഴുങ്ങിയെടുത്തതാണ്. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ്. എന്നിട്ട് വെന്തതിന് ശേഷം അതിൻ്റെ തോല് കളഞ്ഞ് ഞാനൊന്ന് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് 2 ഉരുളക്കിഴങ്ങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇടാം. അല്ലെങ്കിൽ നമ്മൾ പരിപ്പൊക്കെ ഉടയ്ക്കണ പരിപ്പ് മൊത്തമല്ല, അല്ലെങ്കിൽ മാഷർ അതായിട്ടൊക്കെ മാഷ് ചെയ്തിട്ടൊക്കെ ഇടാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഒരു കട്ടൊന്നും ഇല്ലാതെ നല്ലപോലെ ഉടഞ്ഞു കിട്ടും. അതിനാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ എല്ലാം പാടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ മിക്സ്. എന്നിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട്ലറ്റിൻ്റെ രൂപത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഞാൻ 2-3 കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഓവൽ ഷേപ്പിൽ ഉണ്ടാക്കി. ഇവിടെ ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും എൻ്റെ മക്കൾക്ക് ഇഷ്ടം ബോൾ പോലെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ചെറിയ ബോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി കുറച്ച് ചെറിയ ബോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
ഇത് മുഴുവനായിട്ട് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കോട്ടിങ് ഉണ്ടാക്കണം. അതിലേക്ക് ഞാൻ 2 മുട്ട എടുത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ മുട്ടയിൽ. ഇത് കുട്ടികളൊക്കെ കഴിക്കണ കാരണം കൊണ്ട് ഞാൻ മുട്ടയിൽ കുരുമുളകിൻ്റെ പൊടിയൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾ ഓരോന്നെടുത്ത് മുട്ടയിൽ നല്ലപോലെ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാവരും നമുക്കിതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്ത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയിട്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ തന്നെ ഓരോരോ വീഡിയോസും നമ്മൾ പോസ്റ്റ് ചെയ്യണത്. പിന്നെ ഇനി ഞാനൊരു ചട്ടി വെച്ച് നല്ലപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതെല്ലാതും വെന്തതാണ്. ഹൈ ഫ്ലെയിമിലിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട. അതിനുള്ള ഒരു മീഡിയം ഫ്ലെയിമിലിടാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. ഇതേപോലെ തന്നെ ഞാൻ ഫുള്ളായിട്ട് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് ഞങ്ങൾ ഒരു നോമ്പ് തുറപ്പിക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിനുണ്ടാക്കിയ സ്നാക്സ് റെസിപ്പികളാണ് ഇപ്പോൾ ഇതൊക്കെ കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.